ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഒരു സംഭവം ഇതിനിടയിൽ നടന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇത്രയും കാര്യങ്ങൾ ഓർത്തു നിൽക്കവേ പെട്ടെന്ന് പ്രീതിയുടെ കയ്യിലിരുന്ന് ആദിക്കുട്ടൻ കരഞ്ഞതും പഴയ ഓർമ്മയിൽ നിന്നും പ്രീതിയും പ്രാർത്ഥനയും സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി. വാ പ്രാർത്ഥന, പോകാം. ഇരുവരും തിരികെ ഗുജറാൾ ഹൗസിലെത്തി. രഘു അവിടെയുണ്ട്. കയ്യിൽ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീതി, അവിടെ നിൽക്ക്. ഈ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് നീ പോയാൽ മതി. ഇനിയും എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. വേർപിരിഞ്ഞ് നിന്നപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ചു. പക്ഷേ ഇനി ഒന്നും വേണ്ട. നിന്റെ കയ്യിലുള്ള ആ കുഞ്ഞിനെ നീ എടുത്തോ. എനിക്ക് അവകാശം വേണ്ട. അതുപോലെ തന്നെ ഇസമോളുടെ കാര്യത്തിൽ നീയും ഇടപെടരുത്. അന്നേരം പ്രീതി ദേഷ്യപ്പെട്ടു. അതെങ്ങനെ ശരിയാവും? ഞാൻ പ്രസവിച്ച മക്കൾ എന്റെയാണ്. 9 മാസം ചുമന്ന് പ്രസവിച്ച എന്റെ മോളെ ഞാൻ തന്നെ പോലൊരു സംശയരോഗിക്ക് തരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? തരില്ല. പ്രീതി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ 2 മക്കളെയും കൂടെ കൂട്ടിയിട്ടായിരിക്കും. പിന്നെ ഈ ഡിവോഴ്സ് പേപ്പർ അതിങ്ങ് തന്നേക്ക്. ഞാൻ ഇപ്പോൾ തന്നെ ഒപ്പുവെച്ചേക്കാം. ഇനി അതിൻ്റെ പേരിലൊരു തർക്കം വേണ്ട. രഘുവിൻ്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് പേപ്പർ വാങ്ങി പ്രീതി അതിൽ ഒപ്പുവെച്ചു രഘുവിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. തീർന്നല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇത്രയും പറഞ്ഞ് രഘുവിൻ്റെ നേരെ കത്തുന്ന നോട്ടം നോക്കി പ്രീതി അവിടെ നിന്നും റൂമിലേക്കായി പോയി. പ്രീതി ആ പേപ്പറിൽ ഒപ്പിടുന്നത് കണ്ട് രഘു ആകെ തകർന്നിരുന്നു. ഈശ്വര, എൻ്റെ ഇസമോൾ, അവളെ ഞാൻ വിട്ടു കൊടുക്കില്ല ഈ ദുഷ്ടയ്ക്ക്. എൻ്റെ മോളെ എനിക്ക് വേണം. ഏതു വിധേനയും ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും. പ്രീതി ഇതേ സമയം റൂമിൽ പോയി കണ്ണാടി നോക്കി സ്വയം പറയുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇനിയും എനിക്ക് ധൈര്യം തരണേ. എൻ്റെ വിധി ഇങ്ങനെയായത് ഞാൻ കാരണമാണോ? അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മത്സ്യകന്യകയായത് എൻ്റെ കുറ്റമാണോ? ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് എന്നെ വെറുക്കുന്നത് എന്തർത്ഥത്തിലാണ്? എങ്ങനെ ഇത്രയ്ക്കും എന്നെ വെറുക്കാൻ കഴിഞ്ഞു? പെട്ടെന്ന് പ്രാർത്ഥന അങ്ങോട്ട് വന്നു. പ്രീതി, ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ? ശരിക്കും നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? നിന്നെ ജീവന് തുല്യം സ്നേഹിച്ച രഘുവീർ എങ്ങനെ നിന്നെ വെറുത്തു? അതിന്റെ കാരണം എന്താണ്? നീ എങ്ങനെ രഘുവേട്ടന്റെ ശത്രുവായി മാറി? അന്നേരം കണ്ണ് തുടച്ചുകൊണ്ട് പ്രീതി പറഞ്ഞു. പറയാം, ഞാൻ എല്ലാം പറയാം. സത്യം ഞാൻ പറയാം. പക്ഷേ അതിനുള്ള സമയം വരട്ടെ. ഇത്രയും പറഞ്ഞ് പ്രീതി അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് പ്രാർത്ഥന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം വേലക്കാരി ശാന്തി അങ്ങോട്ടേക്ക് വന്നു. മോളെ, ഇന്നത്തെ ദിവസം എനിക്ക് മോളോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്. പലപ്പോഴും ഞാൻ ആ കാര്യം ചോദിക്കുമ്പോൾ മോള് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്നെങ്കിലും മോള് അതിനുള്ള ഉത്തരം പറയണം. രുദ്രൻ സാറിന് എന്താണ് പറ്റിയത്? എന്തിനാണ് രുദ്രൻ സാറ് മരിച്ചു പോയിട്ടും മോൾ ഇപ്പോഴും ഈ സിന്ദൂരം തൊട്ട് താലിയും ഇട്ട് നടക്കുന്നത്? പറയും മോളെ. പ്രാർത്ഥന പഴയ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. 4 വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ വിവാഹം നടന്ന കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. രുദ്രന്റെ അമ്മ മരിച്ച് 1 വർഷം കഴിഞ്ഞു. ഇതിനോടകം പ്രീതി ഇസമോളെ പ്രസവിച്ചു. വളരെ സന്തോഷത്തോടെ രഘുവിന്റെയും പ്രീതിയുടെയും ജീവിതം മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനയും പ്രീതിയും സഹോദരങ്ങളാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് അനുമോളുമായുള്ള രുദ്രന്റെ വിവാഹകാര്യം വീണ്ടും പൊങ്ങി വന്നത്. പ്രാർത്ഥന അത് തടയാൻ വീണ്ടും പഴയതുപോലെ പ്ലാനുകൾ തുടങ്ങി. എങ്ങനെയും ഇത് തടഞ്ഞേ മതിയാകും. 1 വർഷം മുൻപ് എന്താണോ ഞാൻ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് ഇതാ വീണ്ടും നടക്കാനായി പോകുന്നു. അനുവദിച്ചുകൂടാ. ആ ഋഷിയെയും ഇത്രയും കാലം ഞാൻ വെറുതെ വിട്ടു. അതെല്ലാം ഞാൻ പ്രീതിയുടെ ജന്മരഹസ്യത്തിന്റെ പിന്നാലെ ആയിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയില്ല. മിസ്റ്റർ ഋഷഭിനെയും രുദ്രനെയും ഞാൻ കൊന്നിരിക്കും. ഇതിനിടയിൽ പ്രീതിയുടെ ജന്മരഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ തിരയുന്നതിനിടയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. നിനക്ക് യോജിച്ചവനല്ല രുദ്രൻ.
നീ അവനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കരുത്. നീ എന്നെ കുത്തി അല്ലേടി. സ്വന്തം അച്ഛനെ തന്നെ കൊല്ലാൻ നടക്കുന്ന ഈ ചേച്ചിയോട് എനിക്ക് വെറുപ്പാണ്. എവിടെയാണെന്ന് പറ ആ ഇന്ദ്രനീലം. ഇവളാണ് മഹാമത്സരാണി മേഘയുടെ ഭർത്താവിനെ കൊല്ലാൻ അമ്മയ്ക്കൊപ്പം കൂട്ടുനിന്നത്.